നമസ്കാരം. കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ പശ്ചാത്തലത്തിൽ പ്രതികരണവുമായി ഫോറൻസിക് വിദഗ്ധ. ഗോവിന്ദച്ചാമി കോടതിയെയോ പോലീസിനെയോ ഭയക്കാത്ത വല്ലാത്ത നിഗൂഢത നിറഞ്ഞ മനുഷ്യനാണെന്നും അയാൾ ജയിലറെ കൊന്നു തിന്നാൽ പോലും താൻ അത്ഭുതപ്പെടില്ലെന്നും ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷേർലി വാസു പറഞ്ഞു. ഇരകളെ മൃതപ്രായരാക്കി ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന മനോഭാവമാണ് അയാൾക്കുള്ളതെന്നും ഡോക്ടർ ഷേർലി പറയുന്നു. ഒറ്റക്കൈ മാത്രമേ ഉള്ളെങ്കിലും വല്ലാത്ത ആത്മവിശ്വാസം നിറഞ്ഞ ക്രൂരത നിറഞ്ഞ മനസ്സാണ് ഗോവിന്ദച്ചാമിക്ക്. ഒറ്റക്കൈ മാത്രമുള്ള അയാൾ ഒരായുധം പോലും ഉപയോഗിക്കാതെ തലക്കടിച്ച് ബോധം കെടുത്തി മൃതപ്രായയാക്കിയാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്തത്. പുറത്തിറങ്ങിയാൽ അയാളുടെ ആദ്യ ലക്ഷ്യം ഏതെങ്കിലും ഒരു സ്ത്രീ ആയിരിക്കും. അത് കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പാക്കാനുള്ള ശാരീരികവും മാനസികവുമായ ശക്തി അയാൾക്കുണ്ടെന്നും ഡോക്ടർ ഷേർലി വാസു പറയുന്നു. ഡോക്ടർ ഷേർലിയാണ് ഗോവിന്ദച്ചാമിയുടെ ക്രൂരതയ്ക്കിരയായ യുവതിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഡോക്ടർ ഷേർലിയുടെ കണ്ടെത്തലുകൾ കേസിൽ ഏറെ നിർണായകമായിരുന്നു. അത്രയേറെ ക്രൂരതകൾ നിറഞ്ഞതായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകൾ. ഓടുന്ന ട്രെയിനിൽ വെച്ച് യുവതിയുടെ കൈകൾ വാതിലിന്റെ ഇടയിൽ കുടുക്കി ചതവേൽപ്പിച്ചിരുന്നു. പ്രതിരോധം ഒഴിവാക്കാൻ പിന്നിൽ നിന്നും മുടി പിടിച്ചു വലിച്ച തല ട്രെയിനിന്റെ ഭിത്തിയിൽ ഇടിച്ച് ബോധം കെടുത്തിയാണ് ഇയാൾ പുറത്തേക്കിട്ടത്. ശേഷം തള്ളിയിട്ടതിന്റെ മറുഭാഗത്തുകൂടിയാണ് ഓടുന്ന ട്രെയിനിൽ നിന്നും ഇയാൾ പുറത്തു ചാടിയത്. മരിച്ചപ്പോൾ യുവതിയുടെ മുഖം പൂർണ്ണമായും അടിച്ചു പൊളിച്ച് രക്തം പൊടിയുന്ന നിലയിലായിരുന്നു. ചോരയൊലിപ്പിച്ച മൃതപ്രായയായ അവസ്ഥയിലാണ് ബലാത്സംഗത്തിനിരയാക്കിയത്. ചോര പൊടിഞ്ഞ് മൃതപ്രായയായ അവസ്ഥയിൽ വല്ലാത്തൊരു ആത്മവിശ്വാസത്തോടെയാണ് അയാൾ ബലാത്സംഗം ചെയ്തത്. ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെല്ലാം അവരുടെ സ്വഭാവത്തിൽ അനാവരണം ചെയ്യപ്പെടാത്ത നിഗൂഢതകൾ ഉണ്ടാകുമെന്നും ഡോക്ടർ ഷേർലി വാസു അഭിപ്രായപ്പെടുന്നു. പോസ്റ്റ്മോർട്ടത്തിന് മുമ്പെടുത്തി 202 ഫോട്ടോകൾ 3 ആൽബങ്ങളാക്കി തെളിവുകളായി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇവ തെളിവായി കോടതി മുൻപാകെ വന്നപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദങ്ങളെ ശക്തമായി ഖണ്ഡിച്ച ഡോക്ടർ ഷേർലി വാസുവിന്റെ മൊഴികളും കേസിൽ നിർണായകമായിരുന്നു. ഗോവിന്ദച്ചാമി ഇനി പുറത്തിറങ്ങിയാലും ലക്ഷ്യം ഏതെങ്കിലും സ്ത്രീയായിരിക്കാം. സ്ത്രീകൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ മൃതപ്രായരാക്കും. ശേഷം ക്രൂരമായ ബലാത്സംഗം ചെയ്യും. നിയമത്തിന്റെ പഴുതുകൾ അയാൾക്ക് നന്നായി അറിയാം. കോടതി, പോലീസ്, നാട്ടുകാർ തുടങ്ങി സാധാരണ മനുഷ്യനെ കുറ്റകൃത്യങ്ങളിൽ തടയിടുന്ന ഭയങ്ങളൊന്നും അയാൾക്കില്ലെന്നും ഡോക്ടർ ഷേർലി അഭിപ്രായപ്പെട്ടു. എന്തായാലും ഗോവിന്ദച്ചാമി ജയിൽ ചാടിയിരുന്ന സന്ദർഭത്തിലാണ് ഡോക്ടർ ഷേർലിയുടെ അഭിപ്രായങ്ങൾ പുറത്തുവരുന്നത്. അതിക്രൂരനായ കുറ്റവാളിയാണ് ഇയാളെന്ന് മൃതപ്രായയായ ഒരു സ്ത്രീയെ മുഖമടിച്ചു പൊളിച്ചതിന് ശേഷം ക്രൂരമായി ബലാത്സംഗം ചെയ്ത ഇയാൾക്ക് കോടതിയെയോ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയോ പേടിയില്ല എന്ന് തന്നെയാണ് ഡോക്ടർ ഷേർലി അഭിപ്രായപ്പെടുന്നത്. കേസിന്റെ വിസ്താരത്തിൽ ഉൾപ്പെടെ ഡോക്ടർ ഷേർലിയുടെ അഭിപ്രായങ്ങളൊക്കെ നിർണായകമായിരുന്നു. എന്തായാലും ഗോവിന്ദച്ചാമി ഇന്നലെ ജയിൽ ചാടിയ അവസരത്തിൽ പഴയ കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ്. എത്ര ഒരു മനുഷ്യമൃഗമാണ് ഇയാൾ എന്നതാണ് ഇപ്പോഴും ആളുകൾ ഓർത്തെടുക്കുന്നത്. എന്തായാലും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇന്നലെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. ഈ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ ഇയാളെ തൃശ്ശൂരിലെ വിയ്യൂരിലെ ജയിലിലേക്ക് കൊണ്ടുപോയിരുന്നു. അതീവ സുരക്ഷയോടുകൂടിയാണ് കൊണ്ടുപോയത്. ഏകദേശം 15ഓളം പോലീസ് സായുധ സേനാംഗങ്ങൾ ഇയാൾക്കൊപ്പമുണ്ട്. എന്തായാലും വിയ്യൂരിലേക്ക് കൊണ്ടുപോവുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ അതീവ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. CCTV പ്രവർത്തിച്ചില്ല, രാത്രി പരിശോധന നടത്തിയിട്ടില്ല, വൈദ്യുത ഫെൻസിംഗ് അടക്കമുള്ളവ പ്രവർത്തിച്ചിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരികയാണ്. എന്തായാലും ഗോവിന്ദച്ചാമിയുടെ പഴയ കഥകൾ ഓർത്തെടുക്കുകയാണ് ഡോക്ടർ ഷേർലി.